വീണ്ടും മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വാറ്റുചാരായ കുടിച്ചു, മുളകും മേടിച്ചു. പിന്നെ ഐസ്ക്രീം, തായ്ലൻഡ് ഐസ്ക്രീം. തായ്ലൻഡിലെ സമൂസ കോണിലെ മാർക്കറ്റിൽ നിന്ന് ഉണക്കമീനും മുളകും മേടിച്ചതിന് ശേഷം വാറ്റുചാരവും മേടിച്ചിട്ട് വാറ്റുചാരത്തിൻ്റെ ടച്ചിങ്സാണ് ചോക്ലേറ്റ് ഐസ്ക്രീം. മാർക്കറ്റിൻ്റെ സൈഡിലുള്ള കടലിൻ്റെ സൈഡാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ പീരങ്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഓട്ടകളിലും പീരങ്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പഴയ പീരങ്കിയാണ്. സോ അതാണ് ഈ കാണുന്ന സാധനം, പീരങ്കീസ്. അപ്പുറത്തുമുണ്ട്, ഓരോ ഓട്ടകളിലും കൊണ്ട് പീരങ്കി വെച്ചിട്ടുണ്ട്. അതിൽ കയറി നടന്ന് പുറത്തിറങ്ങിയാൽ കായൽ സൈഡ്. കായൽ സൈഡ് കയറി കായലോ പുഴയോ പോർട്ടോ ഇത് തേങ്ങയാണെന്ന് പറഞ്ഞുകൂടാ. ഞാനിവിടുത്തെ വ്യൂ. പുഴയാണ്, നല്ല ഒഴുക്കുണ്ട്. മുകളിൽ കൂടെ ഈ ഒഴുക്കുള്ളപ്പോൾ അടിയിൽ കൂടി ഇവിടെ ടഗുകളൊക്കെ കിടപ്പുണ്ട്. കിടപ്പുണ്ട്. അപ്പോൾ തിരിച്ചു പോന്നു. വേറൊരു ടെമ്പിൾ, ഈ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു ടെമ്പിളാണ്. ലുക്സ് ഗുഡ്. സീറ്റ് ബെൽറ്റ് ഇടാത്തത് കാരണമുള്ള അലർച്ച. അടിച്ചു പൂസായി ടെമ്പിളിലേക്ക് കയറുന്നാലേ ഞാൻ. ഇതാണ് ഇവിടുത്തെ വേറൊരു ടെമ്പിൾ, സമൂൻ സഖോൺ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ടെമ്പിളാണിത്. ആദ്യത്തെ കാഴ്ചയിൽ ഇതൊരു അമ്പലമാണെന്ന് വിചാരിക്കുമായിരിക്കും, കണ്ടാൽ അമ്പലം പോലെ ഉണ്ടാവും. പക്ഷേ ഇത് അമ്പലം അല്ല. ഇവിടെയാണ് ശവടക്കടക്കുന്ന സ്ഥലം. അതായത് ഡെഡ് ബോഡീസ് ബറി ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ബേൺ ചെയ്യുന്ന സ്ഥലം. ഹിന്ദുക്കളെ പോലെ തന്നെ ബുദ്ധിസ്റ്റുകളും ശരീരം കത്തിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ആ സ്ഥലമാണിത്. കണ്ടാൽ അമ്പലം പോലെ ഉണ്ടാവും. ഒരു ഷട്ടറൊക്കെ ഉണ്ട് അവിടെ. ഡെഡ് ബോഡി ബേൺ ചെയ്യുന്ന സ്ഥലം, അതായത് ക്രെമറ്റേറിയം. അമ്പലം അപ്പുറത്താണ്. ഇതൊരു വലിയൊരു കോംപ്ലക്സാണ്. കോംപ്ലക്സിനകത്ത് അമ്പലമുണ്ട്, ഈ പറഞ്ഞ പോലെ ബോഡി കത്തിക്കുന്ന സ്ഥലമുണ്ട്, വേറെ എന്തൊക്കെയുണ്ടെന്ന് അറിയത്തില്ല. ബട്ട് വലിയൊരു കോംപ്ലക്സാണ്, കണ്ടാൽ മനസ്സിലാവും. അമ്പലത്തിന് മുമ്പിലെ പോസ്റ്ററാണ്. വായിക്കാമെന്ന് അറിയാത്ത കാരണം അതെന്താ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ കാണാൻ ഭംഗിയുള്ള ഒരു ടെമ്പിൾ ആയത് കാരണം ഇതിവിടെ വരുന്നു. ഇതിങ്ങനെ ഇതാണ് ടെമ്പിൾ. സൈഡിലുള്ളത് വന്ന സ്ഥിതിക്ക് ഒന്ന് മുകളിലേക്ക് കയറി നോക്കിയേക്കാം. അമ്പലത്തിനകത്ത് കയറിയേക്കാം. സ്റ്റേഴ്സ് നല്ല ഗ്രിപ്പുണ്ട്. ഇതിന് മുമ്പിലുള്ള പ്രതിമ ഇങ്ങനെയാണ്. ആരാണോ? ബുദ്ധനാണ്. ബുദ്ധക്ഷേത്രത്തിൽ നിന്നിട്ട് ബുദ്ധനല്ലാതെ വേറെ ആരുണ്ടാവാൻ. വെക്കണമെന്ന് അറിയത്തില്ല, എന്നാലും നമ്മുടെ മര്യാദയ്ക്ക് ചെരുപ്പൂരുന്നു, തൊപ്പിയൂരുന്നു. അതിന് മുമ്പിൽ നിൽക്കുന്ന ബുദ്ധ ഭഗവാൻ ഇതിങ്ങനെയാണ്. അകത്തെ ടെമ്പിൾ ഇങ്ങനെയാണ്.
ഇതിൻ്റെ സൈഡിലുള്ള ഉപദേവതാ ക്ഷേത്രം പോലുള്ളൊരു സ്ഥലമാണ്. അവിടെയും ബുദ്ധൻ തന്നെയാണ്, ബട്ട് നല്ല ഡിസൈൻ. ഇതാ ടെമ്പിളിൻ്റെ അപ്പുറത്തെ സൈഡ്. ഇത് താമസം റൂം നമ്പർ 6040 Marriott. When I get in, this is how kettle, and this is the toilet and everything. അങ്ങനെ മാരിയോട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. എൻ്റെ ലഗേജ് എല്ലാം അവിടെ വെച്ചു. സ്പെഷ്യൽ ഫ്രൂട്ട് കട്ട്സ് വെച്ചിട്ടുണ്ട്. പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഗ്രീറ്റിംഗ്സ്. And this is the room. This is the balcony. എങ്ങനെ തുറക്കാം? ഇതാണ് ബാൽക്കണി എന്നുള്ള വ്യൂ. ഓക്കെ, മാരിയോട്ടാണ്. മാരിയറ്റ് കോർട്ട്യാർഡ്, സുവർണഭൂമിയുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. പുറത്തിറങ്ങിയാറുള്ളത് താഴെ പൂൾ, വലിയ പൂളാണ്. ഞാൻ പൂളിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യം നല്ല ഗ്രീനറി. ഇതാണ് അതിൻ്റെ ഒരു തട്ടിൻ്റെ മുകളിലുള്ള സാധനം. എന്ത് തേങ്ങയെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ഒരു മാമ കുളിക്കുന്നുണ്ട്. Yes, this is it. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുളിസിയും കാണണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ തന്നെ കാണാം. സോ നേരത്തെ പറഞ്ഞ കട്ട് ഫ്രൂട്ട്സ്, എൻ്റെ പേഴ്സണലൈസ് കാർഡ് ആൻഡ് എവറിത്തിങ്.
അങ്ങനെ വീണ്ടും ഡിപ്പാർച്ചർ ടെർമിനലിൽ ബാക്ക് ടു ഇന്ത്യ. ഓക്കെ, Saudara-saudara, kami ingin ingatkan bahawa anda tidak mudah alih atau power bank mesti sentiasa dibawa bersama anda dan tidak dibenarkan disimpan di ruang penyimpanan di atas. Sila simpan di dalam beg tangan anda dan അങ്ങനെ കോലാലംപൂരിൽ മലേഷ്യ എയർലൈൻസ് എയർപോർട്ടിനകത്തെ ഹോട്ടലിൽ അക്കോമഡേഷൻ തന്നു. പണി കിട്ടിയത് കാരണം ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ ഇതാണ് സമ ഹോട്ടൽ. പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ. മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഡിലേ കാരണം എയർപോർട്ടിനകത്തുള്ളൊരു ഹോട്ടൽ തന്നിട്ടുണ്ട്. നല്ല കിടു സെറ്റപ്പ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഇനി പോയി ഡിന്നർ കളക്ട് ചെയ്യണം. എന്തായാലും ഒരു 5-6 മണിക്കൂർ ഇവിടെ. നല്ല കിടിലം ബെഡൊക്കെയാണ്, പക്ഷേ ഉറങ്ങാനുള്ള സ്കോപ്പില്ല, പണിയെടുക്കണം. ചായ കാപ്പി സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ് ഡിഫറെൻ്റാണ്. ടബുണ്ട്, ഷവർ ഏരിയ ഉണ്ട്, കക്കൂസ് വേറെയാണ്, സെപ്പറേറ്റ്. അടിപൊളി സെറ്റപ്പ്. Secret star.